ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ്. അതായത് ലാസ്റ്റ് വീക്ക് GBP/USD കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു നല്ലൊരു A+ സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, ആ ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിരുന്നു. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1:3+ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ട്രേഡ് ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 24 hours+ ഹോൾഡ് ചെയ്യേണ്ട 24 hours അടുപ്പിച്ച് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു 1 day ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസ്, അതിൻ്റെ ആ ഒരു മൾട്ടി ടൈം ഫ്രെയിം ബ്രേക്ക് ഡൗൺ, ഏതൊക്കെ ടൈം ഫ്രെയിമാണ് ഞാനിവിടെ അനാലിസിസിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ വന്നിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സീറോ ട്രേഡിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ചലഞ്ച് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ചലഞ്ച് അക്കൗണ്ട് വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഫണ്ട് ബിപ്സിൻ്റെ ഒരു ചലഞ്ച് അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് ഒരു -8% അടുപ്പിച്ച് ഡ്രോ ഡൗണിലായിരുന്നു. ആൻഡ് ഈ ഒരു സിംഗിൾ ട്രേഡ് കൊണ്ട് ആ ഒരു ഡ്രോ ഡൗണിന്ന് അക്കൗണ്ടിനെ തിരിച്ചൊരു ബ്രേക്ക് ഈവൻ സ്റ്റേജിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേഡ് കൊണ്ട് പറ്റിയിട്ടുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇക്വിറ്റി ഒരു 10K അക്കൗണ്ട് ആയിരുന്നു. ഇക്വിറ്റി ഓൾമോസ്റ്റ് ഒരു 9180 എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയപ്പോൾ, ഒരു A+ സെറ്റപ്പ് കിട്ടിയപ്പോൾ എനിക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, ആ ഒരു അക്കൗണ്ടിനെ തിരിച്ച് ബ്രേക്ക് ഈവൻ സ്റ്റേജിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരു $10,026 ആ അക്കൗണ്ടിനെ തിരിച്ചെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ഇവിടെ എൻട്രി എടുത്തിട്ടുള്ളത്? സോ ഞാൻ അത് മൾട്ടിപ്പിൾ സ്റ്റേജിലായിട്ട് അവിടെ എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു 3 എൻട്രീസാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, GBPയിൽ 3 എൻട്രീസാണ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ എവിടേക്കാണ് എൻട്രി എടുത്തിട്ടുള്ളത്, എവിടേക്കാണ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നമുക്ക് എന്ത് നോക്കാം, നമ്മുടെ FX റീപ്ലേയിൽ പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും എൻ്റെ ഒരു അനാലിസിസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, സോ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ GBP/USD മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മുടെ ഡോളർ ഇൻഡെക്സ് കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ GBP/USD ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ, സോ പ്രൈസ് കാണാം, നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിങ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം. ഓക്കെ, നമ്മൾ മൊത്തമായിട്ട് നോക്കില്ല, ജസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിടപ്പുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒരു ബ്രേക്ക് സ്ട്രക്ചർ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കാണാം. സോ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിങ് ആയിരുന്നു അത്. ഓക്കെ, സോ ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി കിടപ്പുണ്ട്, ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കിടപ്പുണ്ട്. ഓക്കെ, സോ അപ്പോൾ കറണ്ട് പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് വീക്കിലത്തെ പ്രൈസ് ആക്ഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് വീക്കിലത്തെ പ്രൈസ് ആക്ഷൻ വരണത്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് വീക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീക്കല്ല, ലാസ്റ്റ് വീക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൈസ് പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ട് നല്ലൊരു റിജക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ട് നല്ലൊരു റിജക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് എന്താണ്, അതൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, ആ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഓൾമോസ്റ്റ് 0.5 ഏരിയക്ക് മുകളിൽ പോയിട്ടുണ്ട്. ആൻഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു 0.5ൻ്റെ മുകളിൽ പ്രൈസ് സ്റ്റിൽ ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല, നല്ലൊരു റിജക്ഷൻ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്ക് വന്നിട്ട് അതിൻ്റെ മുന്നത്തെ വീക്കിൽ ഏതാണ് പ്രീവിയസ് വീക്ക് ഹൈ ഒക്കെ സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അനാലിസിസിനായിട്ട് യൂസ് ചെയ്യുന്നത് വീക്ക്ലി ടൈം ഫ്രെയിം 4 hour ആണ്. ദെൻ ഈ ഒരു എൻട്രീസ് വരുന്നത് 15 മിനിറ്റിലാണ്. ഓക്കെ, ദെൻ അതേ സമയത്ത് നമ്മൾ 4 hour നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബെയറിഷ് ബയാസ് കിട്ടി. ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ബെയറിഷ് ബയാസ് കിട്ടി. ദെൻ 4 hour നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, സോ 4 hour, ഓക്കെ, ജസ്റ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് 0.5 ഏരിയ മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്യണത്. ഓക്കെ, ഫുള്ളായിട്ട് മാർക്ക് ചെയ്യണില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വീക്ക്ലി ബെയറിഷ് ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഓക്കെ, സോ ദെൻ ഞാൻ നേരെ നോക്കുന്നത് എന്താണ്, നേരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം 4 hour ടൈം ഫ്രെയിമിലോട്ടാണ്. ഓക്കെ, സോ 4 hourൽ അവിടുന്ന് കറക്റ്റ് ഒരു പ്രൈസ് റിവേഴ്സൽ കാണിച്ചു കഴിഞ്ഞാൽ 4 hourൽ എന്ത് കിട്ടണം, 4 hourൽ ഒരു ബെയറിഷ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ബെയറിഷ് ബയാസ് നമുക്ക് ശരിക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ 4 hour നോക്കിക്കഴിഞ്ഞാൽ 4 hour ആ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരുന്നു. ഇവിടുത്തെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു ഹയർ ഹൈന് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ദെൻ പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് റിട്രേസ് ചെയ്തു, നേരെ താഴെ വന്നു, ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നേരെ മുകളിൽ പോയിട്ട്
റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഹയർ ഹൈ ഇതാണ്, റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഹയർ ലോ ഈ ഒരു ഏരിയ. ഓക്കെ, സോ 4 ഓവറിലുള്ള സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 4 ഓവർ ബുള്ളിഷ് ആണ്. സോ 4 ഓവർ ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ ബാരിഷ് ട്രേഡ്സ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു വീക്ക് എടുത്ത ട്രേഡ് എന്തായിരുന്നു, ബാരിഷ് ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു 4 ഓവറിൽ ഒരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു ബാരിഷ് ബയാസിലോട്ട് നമുക്ക് ശരിക്കും എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ 4 ഓവർ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. ഓക്കെ, ഇത് വന്നിട്ട് ലാസ്റ്റ് ഫ്രൈഡേ വരെയുള്ളതായിരുന്നു. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക്. ഓക്കെ, നമ്മൾ ഈ ഒരു വീക്കായിരുന്നു ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനുള്ള റീസൺസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ 4 ഓവറിൽ നോക്കുവാണെങ്കിൽ, ഓക്കെ, സോ ലാസ്റ്റ് ഫ്രൈഡേ തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു 4 ഓവറിൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നല്ലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമുക്കൊരു ക്ലീൻ ആയിട്ടൊരു 4 ഓവർ MSS കിട്ടി. ഓക്കെ, സോ 4 ഓവർ MSS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഷോർട്സ് നോക്കാമല്ലോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു ട്രേഡ്സ് എടുക്കാനുള്ള റീസൺസ് പറയാം. ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വെനസ്ഡേ നമ്മുടെ ന്യൂയോർക്ക് സെഷൻ്റെ അകത്തായിരുന്നു ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫ്രൈഡേ എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്രഷ് വീക്കിലോട്ട് നമ്മൾ വരുവാണ്. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സ്വിങ് ഏതാണ്, നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു 4 ഓവർ സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു MSS കിട്ടി. അപ്പോൾ ഇതെന്താണ്, ഇതൊരു സ്വിങ് ലോ ആണ്. ഓക്കെ, നമ്മുടെ പുതിയ ലോവർ ലോ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇതൊരു സ്വിങ് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ 4 ഓവർ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെയാണ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ബാരിഷ് സ്വിങ്ങിൻ്റെ അകത്താണ് നമ്മളുള്ളത്. സോ നമ്മൾ നോർമലി ഒരു ബാരിഷ് സ്വിങ്ങിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക, ഈ ഒരു ട്രേഡിലോട്ട്, അതായത് ഈ ഒരു സ്വിങ്ങിലോട്ട് റിട്രേസ് ചെയ്തതിന് ശേഷം ഒരു ബാരിഷ് ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്തായാലും നമുക്കറിയാം ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് റിട്രേസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഒരു എക്സ്റ്റേണൽ റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് എന്തായാലും റിട്രേസ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ പ്രൈസ് എവിടെ വരെ റിട്രേസ് ചെയ്യാം, അതാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, പ്രൈസ് ഏതൊക്കെ ഏരിയ വരെ റിട്രേസ് ചെയ്യാം, അതായത് പ്രൈസ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യാൻ, അതായത് ദെൻ ഒരു ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയസ്. ഓക്കെ, പ്രൈസ് നേരെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടുന്ന് നേരെ തിരിച്ച് വന്നിട്ട് റിട്രേസ് ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നിട്ട് ഈ ഒരു ലോ ആയിരിക്കും പ്രൈസ് ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലോവർ ലോ, കാരണം ഇതെന്താണ്, ഇതൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, പ്രൈസ് എപ്പോഴും ഒരു ഇന്റേണൽ റേഞ്ചിൽ വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും, തന്നെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ടാർഗറ്റ് ചെയ്യും. ഓക്കെ, സോ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ കുറിച്ച് നമ്മൾ ചാനലിൽ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് റിട്രേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയാസ് ഇവിടെ ഈ ഒരു സ്വിങ്ങിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സും ഓർഡർ ബ്ലോക്സും ആയിരിക്കും ഈ ഒരു പ്രൈസ് റിട്രേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിടപ്പുണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട്. ഓക്കെ, ഇതൊരു ഏരിയ ആണ്, ഇത് റിട്രേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇതെന്താണ്, ഇതും റിട്രേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണല്ലോ, ഇതൊരു ബാരിഷ് ഓർഡർ ബ്ലോക്ക് ആണല്ലോ. ഇതും എന്താണ്, ഇതും പ്രൈസ് റിട്രേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ഇതൊരു FEG ആണ്, ഒരു ബാരിഷ് FEG ആണ്, ഒരു സെൽ സൈഡ് ഇംബാലൻസ് ആണ്. ഇതും ഒരു സെൽ സൈഡ് ഇംബാലൻസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതെന്താണ്, ഇതൊരു ബാരിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, ഇതൊരു ബാരിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, സോ ആ ഒരു ട്രേഡ് എടുക്കാൻ എവിടെ നിന്നാണ് ആ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളതെന്ന് കാര്യം നമുക്ക് പറയാം. ഓക്കെ, സോ മൺഡേ എന്ത് ചെയ്തു, സോ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ മൺഡേ നമ്മൾ നോർമലി ട്രേഡ്സ് എടുക്കാറില്ല. സോ മൺഡേ തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്ത് ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൺഡേ ട്രേഡ്സ് എടുക്കാറില്ല നോർമലി. ഓക്കെ, സോ അതിന് ശേഷം വന്നിട്ട് ചൊവ്വാഴ്ച വന്നിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് ഒരു റിയാക്ഷൻ കാണിക്കാൻ തുടങ്ങി. ഓക്കെ, അവിടെയും കാര്യമായിട്ട് സെറ്റപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് വെനസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഓക്കെ നമ്മളിപ്പോൾ വെനസ്ഡേയിലോട്ട് വന്നു. ഓക്കെ, സോ വെനസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതിവിടെ ഈ ഒരു ഏരിയ നമുക്കൊരു ചെറിയ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവിടെ ട്രേഡ്സും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. വെനസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുവാണെങ്കിൽ, കറക്റ്റ് നമുക്കൊരു റിജക്ഷൻ കിട്ടിയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റ്, അതിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻ്റ് എന്നാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്,
ഈ ഒരു റിയാക്ഷൻ ശരിക്കും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് സിംപ്ലി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റ് 0.5 ഏരിയ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എന്ത് വന്നിട്ടുള്ളത്, അതായത് ജസ്റ്റ് ഒരു ലൈൻ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, 0.5. ഈ ഒരു ഫിബ് ടൂൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിടാം. ഓക്കെ, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റ് ആയിരുന്നു ഇത്, 0.5 ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി, നമുക്കൊരു 0.5 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് എന്ത് കിട്ടി, കറക്റ്റ് ആ ഒരു ഏരിയ മിറ്റിഗേറ്റ് ചെയ്തു. സോ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു 4 അവർ നമ്മുടെ ഏരിയാസ് 4 അവറുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, 4 അവറുള്ള പി ഡി റേസും പ്രൈസും മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇതൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആയിരുന്നു, പക്ഷേ ഇവിടുന്ന് ഒരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഏരിയയിലോട്ട് പ്രൈസ് വന്നു, അതിന് തൊട്ടുമുള്ളതായിട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ഏരിയയിലോട്ട് പ്രൈസ് വന്നു, കറക്റ്റ് അതിൻ്റെ ഒരു മിഡ് പോയിന്റ് പ്രൈസ് എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒരു ടൈം ഫ്രെയിം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നേരെ 15 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ 15 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് വേണ്ട എന്താണ്, ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, സോ അത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാത്രം കിട്ടിയാൽ പോരാ, ആ ഒരു ഷിഫ്റ്റ് കിട്ടണത് നമ്മുടെ 3 കിൽ സോണിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കിൽ സോണിലായിരിക്കണം. ഓക്കെ, സോ നമുക്ക് 3 കിൽ സോൺസ് ഉണ്ട്. ലണ്ടൻ ഓപ്പൺ കിൽ സോൺ ഉണ്ട്, ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോൺ ഉണ്ട്, അതുപോലെ തന്നെ ലണ്ടൻ ക്ലോസ് കിൽ സോൺ ഉണ്ട്. ഓക്കെ, ഈ ഒരു 3 കിൽ സോൺസിൻ്റെ അകത്ത് മാത്രമാണ് ഞാൻ പേഴ്സണലി ട്രേഡ്സ് എടുക്കാറുള്ളത്. ഓക്കെ, സോ ഞാൻ നമ്മുടെ UTC-5 ഷിഫ്റ്റ് ചെയ്യാം. സോറി, UTC-4, UTC-4 ആണ് നമ്മുടെ ന്യൂ ടൈം സോൺ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ 15 മിനിറ്റിലോട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്താണ്, കാരണം ഒരു 15 മിനിറ്റിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 15 മിനിറ്റിൽ എവിടെയാണ് ഷിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് വേണം, പ്രൈസ് വന്നിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 15 മിനിറ്റ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കിട്ടി. സോ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമുള്ള കാര്യം നമുക്ക് നോക്കാം. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൈസിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, പ്രൈസിൽ നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റണില്ലേ. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു MSS നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു MSS നമുക്ക് ഇവിടെ കിട്ടി. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീൻ ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, ഒരു ക്ലീൻ MSS കിട്ടി. ഓക്കെ, നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയാണ് ആ ഒരു MSS കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്തായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്തിട്ടില്ല, ഒരു മാനുവൽ എൻട്രി ആയിരുന്നു, മാർക്കറ്റ് എൻട്രി ആയിരുന്നു. സോ ഒരു എൻട്രി ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ ഫസ്റ്റ് സെല് ചെയ്തിട്ടുള്ളത് 1.27219. ഓക്കെ, 1.27219 ഫസ്റ്റ് എൻട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1.27219. ഓക്കെ, ഷോർട്ട് പൊസിഷൻ 1.27219. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് നിന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. സ്റ്റോപ്പ് ലോസ് നോർമലി ആ ഒരു MSS കിട്ടിയിട്ടുള്ള ലെഗിൻ്റെ ഹൈയിലായിരിക്കും നമ്മുടെ MSS വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നമ്മുടെ 4 അവറിലോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, നമുക്കറിയാം 4 അവറിൽ ഒരു IRL ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ടാർഗറ്റ് ചെയ്യാൻ പോണത് എന്തായിരിക്കും, ഒരു IRL മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ആയിരിക്കും പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ബേസിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു എക്സ്റ്റേണൽ റേഞ്ച് ചെയ്തായിരുന്നു. ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ട്, ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ബേസിലെ ലോവർ ലോ ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ ഈ ഒരു ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ആണ് എൻ്റെ ഫൈനൽ ടാർഗറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയാണ് ഞാൻ എൻ്റെ ഫൈനൽ ടാർഗറ്റ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 1:3+ ആയിരുന്നു അതിൻ്റെ ഒരു RR വരുന്നത്. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് ഇവിടെ വരെ എത്താൻ നിന്നിട്ടില്ല, കുറച്ച് മുന്നേ എക്സിറ്റ് ചെയ്തായിരുന്നു. ആ ഒരു എക്സിറ്റ് പോയിന്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു ആ ഒരു ബുധനാഴ്ച ഒരു എന്താ പറയുക ഒരു USD ബാങ്ക് ഹോളിഡേ ആയിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് എന്താ പറയുക നൈറ്റ് ഒരു എനിക്ക് തോന്നുന്നു സമയം വന്നിട്ട് ഓക്കെ ഒരു 8:30, അതായത് നമ്മുടെ ന്യൂയോർക്ക് 8:30. സോ നമ്മുടെ ഇവിടുത്തെ ടൈം ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഒരു ആഫ്റ്റർ 6 PM ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എൻട്രി ഇവിടെയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് എൻട്രി വന്നിട്ട് ഇവിടെ ആയിരുന്നു. ഓക്കെ, നമുക്ക് 15 മിനിറ്റിലോട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റേജസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 15 മിനിറ്റ് പ്രൈസ് നല്ല രീതിയിൽ എന്താ പറയുക അടിപൊളിയായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു 15 മിനിറ്റിലെ സ്ട്രക്ചർ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ,
ഇതിന് ശേഷം പ്രൈസ് നന്നായിട്ടൊന്ന് റിട്രേസ് ചെയ്തായിരുന്നു. സോ റിട്രേസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 15 മിനിറ്റുള്ള ഒരു ലോവർ ലോ ഈ ഒരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തു, അതും ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കുവാണെങ്കിൽ അഗെയിൻ പ്രൈസ് നമ്മൾ നെക്സ്റ്റ് ഡേയിലോട്ട് വന്നു. ഓക്കെ, നമ്മുടെ തേഴ്സ്ഡേയിലോട്ട് വന്നു. ഓക്കെ, അഗെയിൻ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ കിട്ടി. ഓക്കെ, ആ ഒരു 15 മിനിറ്റിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ഓക്കെ, അഗെയിൻ നമുക്ക് എന്ത് കിട്ടി, അഗെയിൻ ആ ഒരു 15 മിനിറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് ഇവിടെ കിട്ടി. ആൻഡ് നെക്സ്റ്റ് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച ലണ്ടൻ സെഷൻ്റെ അകത്തായിരുന്നു നെക്സ്റ്റ് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എൻട്രി വന്നിട്ട് ഓൾമോസ്റ്റ് 1.27094. ഓക്കെ, 1.27094. 1.270. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഞാനിപ്പോൾ, അതായത് ലണ്ടൻ ടൈമിൽ പ്രൈസ് റിട്രേസ് ചെയ്യുമ്പോഴായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ഇതൊരു എനിക്ക് തോന്നുന്നു ഇതും ഒരു മാനുവൽ എൻട്രി ആയിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ടാർഗറ്റ് എന്തായിരുന്നു, ഈ ഒരു സിംഗിളോ ആയിരുന്നു നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ, അതായത് പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ഏഷ്യൻ്റെ സമയത്ത് ആ ഒരു 15 മിനിറ്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തു. പിന്നെ ഞാൻ ആ ഒരു ഏഷ്യയുടെ ഹൈഡ് സ്വീപ്പിനൊന്നും വെയിറ്റ് ചെയ്തില്ല. അതിൻ്റെ അകത്തൊന്ന് റിട്രേസ് ചെയ്തിട്ട് ചെറിയ റിജക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ഇവിടെ തന്നെ ആ ഒരു ട്രേഡ്, സെക്കൻഡ് ട്രേഡ് ഞാൻ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ആ ഒരു 15 മിനിറ്റ് പ്രൈസ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ട് പോകണം നമുക്ക് കാണാം. ഓക്കെ, ആൻഡ് ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണാം, കറക്റ്റായിട്ട് ആ ഒരു 15 മിനിറ്റ് അഗെയിൻ ഇവിടെ റെസ്പെക്ട് ചെയ്യുന്ന കാണാം. സോ ഇവിടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അന്ന് 4:30 ഒരു USD-യിൽ സോറി USD-യിലല്ല GBP-യിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അഗെയിൻ നല്ലൊരു ബ്രേക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ തേർഡ് എൻട്രി ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് 3:38. ഓക്കെ, ഒരു 3:38 PM, അതായത് കുറച്ച് ന്യൂസിന് കുറച്ച് മുന്നേ ആയിരുന്നു. ഓക്കെ, അതായത് 1.27 4:30 ന്യൂസ് ഉണ്ടായിരുന്നത്. ഓക്കെ, 1.27036. 1.27036. ഓക്കെ, 1.270. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരുന്നു ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോറി, കറക്റ്റ് ആ ഒരു ടൈം കൂടെ നമുക്ക് അലൈൻഡായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇന്ത്യൻ ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ടൈം കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ട് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത് 11:56 അല്ല, 6:17 PM. ഓക്കെ, ഒരു 6:17 ആകുമ്പോഴായിരുന്നു ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് ഒരു 6:17. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-17 വരും. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ്, സോറി, ഈ ഒരു സമയത്ത്. ഓക്കെ, ഈ ഒരു സമയത്താണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 6:17 ആയപ്പോൾ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ട്രേഡ് വന്നിട്ട് 11:56 നമ്മുടെ ലണ്ടൻ സെഷൻ സമയത്ത്. ഓക്കെ, 11:56. ഓക്കെ, ഈ ഒരു ട്രേഡ് വന്നിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 11:56. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു 11:56 ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു സെക്കൻഡ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ തേർഡ് ട്രേഡ് വന്നിട്ട് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴായിരുന്നു, 3:38. ഓക്കെ, 3:38. അപ്പോൾ 3:38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15:38 വരും. ഓക്കെ, സോ 15:38 വന്നു കഴിഞ്ഞാൽ 14
15:30. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ തേർഡ് ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെയും ടാർഗറ്റ് നമ്മുടെ ഒരു ഫൈനൽ ടാർഗറ്റ്. ഇതിന് കുറച്ച് മുന്നേ ഞാൻ എക്സിറ്റ് ചെയ്തായിരുന്നു. ഫുള്ളായിട്ട് ആ ഒരു ഫോർവേഡ് സിംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ എക്സിറ്റ് ചെയ്തായിരുന്നു. സോ എക്സിറ്റ് പോയിന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. സോ കണ്ടിന്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ് അഗെയിൻ ഇതിൻ്റെ അകത്തോട്ട് പ്രൈസ് റിട്രേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രൈസ് വന്നു, പിന്നെ പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ഫൈനൽ ടാർഗറ്റ് പ്രൈസ് ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രേഡ് വന്നിട്ട് എക്സിറ്റ് ചെയ്ത പോയിന്റ് GBP/USD 1.26688. ഓക്കെ, 26688. ഓക്കെ, ഈ ഒരു പോയിന്റിലായിരുന്നു ഫസ്റ്റ് ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ് ട്രേഡ് വന്നിട്ട് 1.26713. ഓക്കെ, 26713. 26726. ഓക്കെ, 26713. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്. ആൻഡ് നമ്മുടെ തേർഡ് ട്രേഡ് വന്നിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1.26699. 1.26699. അതായത് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഓക്കെ, ഇതായിരുന്നു. ഓക്കെ, ഞാൻ ആ ഫുള്ളായിട്ട് ഈ ഒരു ടാർഗറ്റ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. സോ അതിന് മുന്നേ ഇത് ഓൾമോസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ആ ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഇതൊരു സിംഗിൾ ട്രേഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് നമ്മുടെ ആ ഒരു ഡയറക്ഷൻ, ഒരു പ്രോപ്പർ ഡയറക്ഷണൽ ബയാസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 50 മിനിറ്റ് സ്ട്രക്ചറിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്ത് ഫസ്റ്റ് ആ ഒരു MSS കിട്ടിയപ്പോഴായിരുന്നു. സെക്കൻഡ് എൻട്രി വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത്, അതായത് ലണ്ടൻ സെഷൻ്റെ അകത്തായിരുന്നു സെക്കൻഡ് എൻട്രി. ഓക്കെ, ആ ഒരു സെക്കൻഡ് ബ്രേക്ക് കിട്ടിയപ്പോൾ, ആ ഒരു സ്ട്രക്ചറിൻ്റെ ബ്രേക്ക് കിട്ടിയപ്പോൾ ആ ഒരു സെക്കൻഡ് എൻട്രി വന്നിട്ട് നമ്മുടെ ലണ്ടൻ സെഷൻ്റെ അകത്തായിരുന്നു. ആൻഡ് തേർഡ് എൻട്രി വന്നിട്ട് നമ്മുടെ ആ ഒരു ന്യൂയോർക്ക് സെഷൻ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, ആ ഒരു ന്യൂസിന് തൊട്ട് മുന്നേ എൻട്രി ചെയ്തു. ഓക്കെ, സോ ന്യൂസ് നമ്മുടെ ഫേവറിൽ വന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ടാർഗറ്റ് പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഫോർവേഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ഫൈനൽ ടാർഗറ്റ്, അതായത് ആ ഒരു 4 ഹവറിലുള്ള സ്വിംഗിലോ പ്രൈസ് എടുത്തിട്ടുണ്ട്. സോ അതുവരെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഓക്കെ, അതുവരെ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ബട്ട് നല്ലൊരു പ്രോഫിറ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 10K അക്കൗണ്ടിൽ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $840 ടോട്ടൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് വന്നിട്ട് ഞാൻ നല്ലൊരു ഡ്രോ ഡൗണിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 9180 എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു A+ സെറ്റപ്പ് കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡ്രോ ഡൗൺ കംപ്ലീറ്റ്ലി എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇതാണ് നമുക്ക് എപ്പോഴും നമ്പർ ഓഫ് ട്രേഡ്സിലല്ല, എപ്പോഴും നമുക്ക് എത്ര ക്വാളിറ്റി ട്രേഡ്സ് കിട്ടുന്നു അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത്, നമ്മളിപ്പോൾ ഡ്രോഡൗണിലാണെങ്കിൽ, നമ്മൾ ബ്രേക്ക് ഈവൻ ആണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ശരിക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു ട്രേഡ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ അത് കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ ബാഡ് ട്രേഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യുക. അതായത് നമ്മൾ എല്ലാവരും പറയുന്നതാണ്. ഓക്കെ, എപ്പോഴും ആഡ് ടു യുവർ വിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് വിന്നിങ് ട്രേഡ്സിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ലോസിംഗ് ട്രേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ഏറ്റവും പെട്ടെന്ന് അത് കട്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, ലോസിംഗ് ട്രേഡ് ആണെങ്കിൽ പെട്ടെന്ന് അത് എക്സിറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വിന്നിംഗ് ട്രേഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കും. ഓക്കെ, ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സൈക്കോളജിക്കലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചലഞ്ചിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തായാലും വരുന്ന വീഡിയോസിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ഒരു വീക്കിൽ എടുത്തിട്ടുള്ള ട്രേഡ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നല്ലൊരു ട്രേഡായിരുന്നു. GBP/USD ഒരു നല്ലൊരു A+ സെറ്റപ്പ് ആയിരുന്നു. സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. നമ്മളിവിടെ ജസ്റ്റ് 3 ടൈം ഫ്രെയിംസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീക്ക്ലി ടൈം ഫ്രെയിം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്തു. ആൻഡ് 4 ഹവർ ടൈം ഫ്രെയിം വന്നിട്ട് അവിടെ നമ്മൾ സ്ട്രക്ചർ നോക്കി. അവിടെ ക്ലീൻ ആയിട്ട് ഞാൻ എൻ്റർ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹവർ സ്ട്രക്ചറിൻ്റെ ബേസിലുള്ള PD റേസിലോട്ട് പ്രൈസ് വരുമ്പോൾ ഒരു 15 മിനിറ്റ് MSS ആണ് ഞാൻ ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് 3 ടൈം ഫ്രെയിംസ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, 4 ഹവർ പിന്നെ വീക്ക്ലി, പിന്നെ 1 ഹവർ. ഓക്കെ, സോറി 1 ഹവർ അല്ല, 15 മിനിറ്റ്. ഓക്കെ, സോ ഞാൻ മുന്നേ ഒരുപാട് ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിന് വേണ്ടിയിട്ട് വീക്ക്ലി, മന്ത്ലി, ഡെയിലി, 4 ഹവർ, 1 ഹവർ, 15 മിനിറ്റ്, 5 മിനിറ്റ്. ഓക്കെ, സോ അതൊക്കെ എന്താ പറയുക, കുറച്ച് ക്ലോട്ടറാകും, എന്താ പറയുക, കുറച്ച് കോൺട്രഡിക്ഷൻസ് വരും. അതുകൊണ്ട് ഞാൻ
മേജറായിട്ടുള്ള ടൈം ഫ്രെയിംസ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരുന്നു ഈ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ. സോ ഇല്ലെങ്കിൽ എൻ്റെ ആ ഒരു പേഴ്സണലായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ആൻഡ് ടെലഗ്രാം ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.